നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ നേരത്തെ രണ്ടാം സ്ഥാനത്ത് BJP ആയിരുന്നു. ഇപ്പോൾ അവർ ധാരാളം പണം ചെലവഴിച്ച് പിന്നെ വഴിവിട്ട രീതിയിൽ ഉള്ള പ്രചരണം, എന്തോ ഒരു അവസാനത്തെ എന്താ പറയുക, അവസാന യുദ്ധം എന്ന രീതിയിൽ ഇതൊരു ചാൻസാണ്. കാരണം ഒരു നേർച്ചക്കോഴിനെയും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചാൻസാണെന്ന് ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വിലപ്പില്ല. ആണ് ഈ പാലക്കാട്ടേക്ക് വരുമ്പോഴേ, പാലക്കാട് നല്ല കനത്ത പോരാട്ടമാണ്. അപ്പോൾ മലമ്പുഴയിൽ അങ്ങ് സേഫാണെന്ന് പൊതുവെയുള്ള ആളുകളുടെ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ പാലക്കാട്ട് ഇക്കുറി താമര വിരിയുമെന്ന് ചിലർ പറയുന്നു. അതല്ല, പിഷാരടിക്കൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തുടർച്ച ഉണ്ടാവും. ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊളിറ്റിക്കലായിട്ടുള്ള. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം, മറ്റതൊക്കെ നമ്മുടെ നേതാക്കന്മാർ പറയേണ്ടതാണ്. ഞങ്ങളൊരു രസാക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഓണറിനെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കി. ഈ ഹോട്ടൽ ഓണർ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വാടക കെട്ടിടത്തിൽ താമസിച്ച ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ്. അന്ന് അവൻ DYFI പ്രവർത്തകരാണ് ഈ രസാക്ക്. ഞങ്ങളൊരു കുളത്തിലാണ് കുളിക്കാൻ വരും, അവരുടെ കുടുംബക്കാരും വരും. മൂപ്പരുടെ അമ്മ ഒരു ബിരിയാണി കട അതിവിടെ അരിക്കാത്തെരുവിൽ വെച്ചു. അവിടെ നല്ല കൈപ്പുണ്യമുള്ള ലേഡിയാണ്. റാവുത്തർ ബിരിയാണി അതന്നെ, റാവുത്തർ ബിരിയാണി അല്ല, റാവുത്തർ ബിരിയാണി, പാലക്കാട് ബിരിയാണി. എനിക്കറിയില്ല, ബിരിയാണി ഇത് വെറുതെ എനിക്ക് മിണ്ടാതിരിക്കുക. റാവുത്തർ ബിരിയാണി ഇവിടെ ഞാൻ അവരുടെ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ 2 പ്രാവശ്യം അവിടെ ബിരിയാണി കഴിക്കാൻ പോയി. അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യാണ്. അവരാണ് ഈ നിലയിലേക്ക് അവരിനെ എത്തിച്ചത്. അവിടെ കഴിക്കാൻ പോയാൽ എൻ്റെ അടുത്ത് പൈസ വാങ്ങില്ല അവർ. എൻ്റെ അടുക്കള വരെ ഞാൻ പോകും, അമ്മയെ കണ്ടിട്ടാണ് തിരിച്ചു വരിക. പൈസ വാങ്ങാണ്ടായപ്പോൾ പിന്നെ ഞാൻ പോകാണ്ടായി. അതാണ്. അവൻ DYFIൻ്റെ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ഹോട്ടൽ ഓണറായി. അതിനനുസരിച്ചിട്ട് അവനെന്താക്കി, അവനെ സ്ഥാനാർത്ഥിയാക്കി. അതിൽ എന്ത് ഡീല്, എന്താ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മുസ്ലിം വോട്ടുകൾ കുറച്ച് റസാക്ക് കൊണ്ടുപോയാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. അപ്പോൾ CPMന്, ഇടതുപക്ഷത്തിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലേ? പക്ഷേ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്നുള്ളതാണ്. സ്വന്തം സ്ഥാനാർത്ഥി ആ കുട്ടി വളരെ ചെറുപ്പത്തിൽ DYFI പ്രവർത്തകൻ, അവൻ്റെ അച്ഛൻ ആണ്. ഓക്കെ.